ഇതിന് ഒരിക്കലും മഴക്കാലത്ത് കൊടുക്കരുത്. മഴക്കാലത്തുള്ള ഡയറ്റ് പ്ലാൻ വേറെയാണ്. കുറേ ബേഡ്സിൽ ഡെഡായി പോയി എന്നുള്ള പലതരം വീഡിയോസും കണ്ടു. അതുകൊണ്ട് പോസ്റ്റിലും കണ്ട് ബേഡ്സിനെ എല്ലാവരും കൂട് തുറന്ന് വിടുക, വെള്ളം കയറി ചാവുന്നതിനൊക്കെ നല്ലതല്ല. കുറേ പേര് ബേഡ്സുകൾ ഡെഡായിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബേഡ്സേക്ക്. എൻ്റെ പേര് വിശാദ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല, ബേഡ്സ് സംബന്ധമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ചായി വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് കാരണങ്ങളെന്നൊക്കെ. ഞാൻ വയനാടാണ്, വയനാട് സിസ്റ്റം ബത്തേരിയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് ഞങ്ങൾ വയനാട് സംഭവിച്ചതെന്ന്. ഈ അടുത്ത് ഉള്ള ഈ ഒരു മഴ കാരണം ഒരുപാട് അനർത്ഥങ്ങൾ ഞങ്ങളെ വയനാട് സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ മെയിനായി വീഡിയോ ചെയ്യാറുന്നത്. ഇതിന് മുമ്പുള്ള പല വീഡിയോസ് എടുത്ത് വെച്ചാൽ അതൊന്നും അപ്ലോഡ് ചെയ്യാത്ത അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, നമ്മളെ മൺസൂൺ സമയത്ത് ബേഡ്സിൻ്റെ ഫുഡ് ഹാബിറ്റ്, അവരെങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെ ചേഞ്ച്, ആ ഡെഡ് പ്ലാനൊക്കെ മാറ്റണം എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോ വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇത്ര ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യാണെന്ന് ഞാൻ പല വീഡിയോസ് എടുത്ത് വെച്ചിരുന്നത്. ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒന്ന് അപ്ലോഡ് ചെയ്യാറുന്നത്. അപ്ലോഡ് ചെയ്ത് ഒരു അടുപ്പിച്ച് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്കറിയാം ഇവിടെ നല്ല മഴയും കാര്യങ്ങളായിരുന്നു. ആ സമയത്ത് നമ്മൾ ബേഡ്സിന് കുറച്ച് കാര്യങ്ങൾ മാറ്റേണ്ട ആ ഒരു തിരക്കിലും പെട്ടുപോയി. നമ്മൾ സൺകുഞ്ഞോട് കാര്യങ്ങളൊക്കെ കയറ്റി വിട്ടും ചെയ്തു. അതിനിടയ്ക്ക് വന്നതാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മളെ മുണ്ടക്കൈ ദുരന്തം, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. ഞങ്ങൾ അറിയുന്ന ഒരുപാട് പേര് അതിലുണ്ട്, കുടുംബമായിട്ടും അല്ലാതെയൊക്കെ പോയവരും അനാഥരായ പലരും ആ ദുരന്തത്തിൽ അകപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിലാണ് ഞാൻ ഇത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തരുന്നത്. മാത്രമല്ല, നമ്മൾ ആ മുണ്ടക്കൈ ദുരന്തത്തെ പറ്റി വീഡിയോ എന്തുകൊണ്ട് ബേസ് ചെയ്ത് വീഡിയോ ചെയ്തില്ല എന്ന് വെച്ചാൽ, അതൊരു പബ്ലിസിറ്റി ആക്കുകയാണെന്ന് പലർക്കും തോന്നും, സ്വാഭാവികമായിട്ടും തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പല ഓഫ് റോഡേഴ്സും പലരും വരുന്ന സമയത്തും ജസ്റ്റ് ആ വീഡിയോ എടുത്തൊന്ന് ചെറിയൊരു BGM കയറ്റി വിട്ട സമയത്ത് അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സ് ഞാൻ കുറേ വായിച്ചാണ്. കാരണം ഈ സമയത്ത് നിങ്ങൾ BGM കുത്തി കയറ്റിയിട്ടാണോ റീച്ച് കൂട്ടുന്നത്, ഈ സമയമാണോ അതിനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അതിന് രണ്ട് പക്ഷം ഉണ്ടാവും. ചിലവർ സപ്പോർട്ട് ചെയ്യും, ചിലവർ അനുകൂലിക്കും, ചിലവർ പ്രതികൂലിക്കുന്നു. അങ്ങനെ നോക്കി. പക്ഷെ ഒരു ചെയ്തെച്ചാൽ ഓരോ ആ സമയത്തുള്ള വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതാണ്. അതിന് നമ്മൾ പ്രതികൂലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓരോ എന്തായാലും വരുന്നുണ്ടല്ലോ. നമുക്ക് കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് ഓരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മറിച്ചിട്ട് ഇതൊരു പബ്ലിസിറ്റി കാര്യങ്ങളാക്കുക എന്നുള്ള പല ചോദ്യം നമ്മൾ കേട്ടു. അപ്പോൾ ഞാനിപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെ വീഡിയോ ചെയ്താലും സംഭവം എല്ലാവരിലേക്ക് എത്തേണ്ട രീതിയിൽ വളരെ വ്യക്തമായി വളരെ വൃത്തിക്കും ആ വീഡിയോസ് എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആ വീഡിയോസ് ചെയ്തിട്ടും നമ്മൾ മലയാളികൾ തന്നെ പ്രതികൂലിക്കുന്നവരുണ്ട് പല വീഡിയോസിനും. അതിൽ ഏറ്റവും വലുതാണ് ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പേ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് 3-ാം തീയതിയാണ്. 3-ാം തീയതി വെച്ചാൽ വാവിൻ്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരു കപ്പിൾസ് ഫേസ്ബുക്കിലിട്ടാണ് ഇട്ട പോസ്റ്റാണ്. അതായത് മുലപ്പാൽ ആവശ്യമെങ്കിൽ പറയാം, എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടിരുന്നു. നമ്മളെല്ലാം ശ്രദ്ധിച്ചാണ്. അപ്പം അതിൻ്റെ താഴെ വന്ന പലതരം വൾഗറായ കമൻസ്, അവിടെ ആ ഒരു ഭാര്യയും ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു രക്ഷിതാക്കളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്തൊക്കെ കമൻസ് അറിയേണ്ട അടിയിൽ വന്നത്. കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 4-5 പേര് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി വൃത്തിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വരെ കമൻസ് ഇടുന്നവരാണ് നമ്മൾ ഈ കേരളത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഞങ്ങൾ എത്രത്തോളം പ്രശ്നത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന്. 335 പേര് ഇനി കിട്ടാൻ ആൾക്കാരെ കിടക്കുകയാണ്. എത്രയോ പേരെ കിട്ടിയിട്ടുണ്ട്. പലരും നിങ്ങൾ പല വീഡിയോസ് കണ്ടതാണ് എങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് പല ആൾക്കാരെയും കിട്ടിയത് എന്ന്. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഞങ്ങൾ എന്താ പറയേണ്ടത്? ഓക്കെ, അത് വിടാം, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അതിന് മാത്രം വലിയ പോപ്പുലറോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ അതിന് മാത്രം അറിയുന്നവരൊന്നല്ല. ഇൻസ്റ്റയിൽ മാത്രം അത്യാവശ്യം കുറച്ച് റീച്ച് ഉണ്ടെന്നുള്ളൂ. യൂട്യൂബിൽ അതിനത്ര റീച്ചോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ കൂടി ഇതിലൂടെ കിട്ടിയ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് സുഖമാണോ, ഫാമിലി കുഴപ്പമൊന്നുമില്ലല്ലോ, അത് ഇവിടുന്നും പുറത്തും കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ വിളിച്ച് എന്നെ എൻജോയ് ചെയ്തു. അതിനെ ഒരുപാട് സന്തോഷിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചോദിക്കാൻ കുറച്ച് പേരുണ്ടല്ലോ എന്നുള്ള ഒരു ഹാപ്പിയാണ്. ഞങ്ങൾ കുഴപ്പമില്ല, ഫാമിലി കുഴപ്പമൊന്നുമില്ല. എൻ്റെ ചേച്ചി അതിൽ അകപ്പെട്ടിരുന്നു. ഓളെ പിറ്റേന്നാണ് റെസ്ക്യൂ ചെയ്തത്. എയർഫോഴ്സ് പോയിട്ട് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിറ്റേന്ന് രാവിലെയാണ് അവരെ റെസ്ക്യൂ ചെയ്തത്. ആ പാലം നിർമ്മിച്ച ശേഷമാണ് റെസ്ക്യൂ ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, ഒരു ഫാമിലി ഉഷാറാണ്, വിഷയങ്ങളൊന്നുമില്ല, എല്ലാവരും സേഫാണ്. ഞങ്ങളെല്ലാവരും തന്നെ സേഫാണ്. ആ എൻക്വയറി ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സിന് എന്തായാലും ഇപ്പോൾ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പ്രശ്നമുള്ള സമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോഴും വീഡിയോ അയക്കുമ്പോഴും പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സേഫ് അല്ലേ, കാര്യങ്ങളില്ല എന്ന്. ഈ വീഡിയോ പറയാൻ അറിയാൻ പോകാം എന്ന് വെച്ചാൽ എൻ്റെ കുറേ ബേഡ്സിൽ ഡെഡായി പോയി എന്നുള്ള പലതരം വീഡിയോസും കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫാസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം.
നിങ്ങൾ ഒരിക്കലും വേനൽക്കാലത്ത് കൊടുക്കുന്ന അതേ ഡയറ്റ് പ്ലാൻ തന്നെ ഒരിക്കലും മഴക്കാലത്ത് കൊടുക്കരുത്. മഴക്കാലത്തുള്ള ഡയറ്റ് പ്ലാൻ വേറെയാണ്, അതായത് ഫുഡിന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വേറെയാണ്. കാരണം എന്താ വെച്ചാൽ മഴക്കാലത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വളരെയധികം വരുന്ന സമയമാണ് മഴക്കാലം. അതായത് ബേഡ്സിനെ സംബന്ധിച്ച് നമ്മളൊരു ഫുഡ് ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മളിപ്പോൾ സ്പ്രൗട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ വെച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ മഴക്കാലത്ത് വെച്ചാൽ എഗ് ഫുഡ് ആയിക്കോട്ടെ, സ്പ്രൗട്ടഡ് ആയിക്കോട്ടെ, പെല്ലറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ വളരെ എന്താ പറയുക, വളരെ ടൈം പീരീഡ്, വളരെ കുറഞ്ഞ ടൈം പീരീഡാണ് മാത്രം നമ്മൾ കേജിൽ വെക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാക്സിമം സീഡ് മിക്സിലേക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കുക. പിന്നെ ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നോർമെട്രോജെൽ അങ്ങനത്തെ മെഡിസിൻസ് കൊടുക്കുക. അഥവാ ഫംഗൽ ഇൻഫെക്ഷൻ കാണുകയാണെങ്കിൽ ടെട്രാസൈക്കിൾ ആന്റിബയോട്ടിക് കൊടുത്ത ശേഷം ബേഡ് ഓക്കെ ആവുമോ നോക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് അതായത് ഡോക്ടർമാരെ, തൊട്ടടുത്തുള്ള വെറ്റിനറിയൻ ഡോക്ടർമാരെ കണ്ടിട്ട് മെഡിസിൻസ് വാങ്ങാം. അതും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്തും ബേഡ് സംബന്ധമായി നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ഏത് സമയത്തും നിങ്ങൾക്ക് എനിക്ക് ചെയ്യാം. അതിനൊരു വിഷയമില്ല. എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഞാൻ ചെയ്തിരും. അതല്ല എന്നെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ ഞാൻ ഇതിന് അത്രയും വർഷത്തെ പ്രായമുള്ള കുറേ ബ്രീഡർമാർ എനിക്ക് അറിയാവുന്നതുണ്ട്. അപ്പം ഓരോരുത്തർ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ തരുന്നതാണ്. ഇത്രയും ദിവസം വന്നൊരു 10-30 മെസ്സേജോളം വന്നിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ പേര് ബേഡ്സുകൾ ഡെഡ് ആയിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നമ്മളെ മഴക്കാലം സംബന്ധിച്ച് നമ്മൾ എന്താ വെച്ചാൽ ബേഡ് ഇങ്ങനെ പഫി ആയിരിക്കുന്ന സമയത്ത് നമ്മളേക്കും മഴക്കാലത്തിൻ്റെ ആണ്, ചിലപ്പോൾ ഓരോയിൽ ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവും, അത് നമ്മൾ അറിയില്ല. അപ്പം അതാണ് മെയിൻ ആയ കാരണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാരണം വെച്ചാൽ സ്പ്രൗട്ടഡ് അതേപോലെ തന്നെ പെല്ലറ്റ്സ് കൊടുക്കുന്നവരുണ്ടാവും, കുറവായിരിക്കും. പെല്ലറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അധിക സമയം തന്നെ കേജിൽ വെക്കാതിരിക്കാൻ സൂക്ഷിക്കുക. പെല്ലറ്റ്സ് ഇപ്പോൾ എന്തായാലും ഇനി വെയിൽ അടുത്തൊന്നും വരില്ല, അങ്ങനെ ഞാൻ പറയുന്നു. പുറത്ത് വെയിലത്ത് വെച്ച് ഉണക്കാൻ ഇവിടെയൊക്കെ ഞങ്ങൾ വെയിൽ കണ്ടിട്ട് ദിവസങ്ങളായി, അത് വേറെ കാര്യം. അപ്പം പെല്ലറ്റ്സ് നല്ല എയർ ടൈറ്റ് ആക്കി വെക്കുക, ഒരു രീതിയിലും വീർപ്പില്ലാന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ സൺഫ്ലവറും അതേപോലെ തന്നെ സൂക്ഷിക്കണം. ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള വേറൊരു കാരണം അതിലൂടെയൊക്കെയാണ്. ഫുഡ് എപ്പോഴും കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. അതേപോലെ തന്നെ സ്പ്രൗട്ടഡ് രാവിലെ കൊടുക്കുന്നവരാണെങ്കിൽ ഒന്ന് റൊട്ടൈൻ മാറ്റാം, വിഷയമൊന്നുമില്ല. ഒരു 3 മണിക്കൂറൊക്കെ കേജിൽ വെച്ചാൽ എന്നുള്ളൂ. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ രാവിലെ സ്പ്രൗട്ടഡ് കൊടുക്കുന്നു, ഉച്ചയ്ക്കാണ് സീഡ് മിക്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കാര്യങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാറ്. ഇപ്പോൾ നേരെ മാറ്റി ഫുൾ ടൈം കേജിൽ സീഡ് മിക്സ് ഉണ്ടാവും. സ്പ്രൗട്ടഡ് വന്നാൽ ഞാൻ കൊടുക്കുക ഉച്ചയ്ക്കാണ്. അതേപോലെ തന്നെ എഗ് ഫുഡ് ആഴ്ചയിൽ 3 ദിവസമാക്കി, ആ 3 ദിവസം ആപ്പാടെ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഗ്യാപ്പിൽ ഞാൻ വെക്കാറുള്ളൂ. അതിനുള്ളിൽ തന്നെ ഞാൻ കേജിൽ നിന്ന് അതെല്ലാം തന്നെ എടുത്ത് മാറ്റും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് ഒന്ന് കൊടുക്കാം. ഈ ഒരു മഴക്കാല സപ്ലിമെന്റ്സ് കൊടുക്കാം. ഡീവാം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ബേഡ് വീക്കാണെങ്കിൽ ഡീവാം ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു ക്ലൈമറ്റിൽ ഡീവാം ചെയ്താൽ പെട്ടെന്ന് ബേഡ് ഒന്നും കൂടി സിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം അതൊന്ന് മെയിനായി ശ്രദ്ധിക്കുക. ഹീറ്റ് വെച്ചാൽ നമ്മൾ 40 വാട്ട്സോ 25 വാട്ട്സോ 40 വാട്ട്സോ 60 വാട്ട്സിന്റെ ബൾബ് എപ്പോഴും കയ്യിൽ കരുതുക. ഏതെങ്കിലും ബേഡിനെ സൂക്കടായി കാണുകയാണെങ്കിൽ ആ ബേഡിനെ മാറ്റുക. അതിനുശേഷം മെഡിസിൻസ് കൊടുക്കുക. മാക്സിമം രോഗങ്ങൾ പരത്താത്ത രീതിയിൽ കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ പുറമെ കേജുള്ളവർ ജസ്റ്റ് ഇപ്പോൾ വെള്ളം കയറാൻ ഭാഗത്തുള്ള സ്ഥലത്താണ് കേജ് എന്നുണ്ടെങ്കിൽ ഒന്ന് മേലോട്ടോ അല്ലെങ്കിൽ തൊട്ട് അടുത്ത എവിടെയാണോ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അങ്ങനത്തെ രീതി അത്രയും അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്ന് കേജ് മാറി നന്നാവും. പിന്നെ ഞാൻ പല പോസ്റ്റിലും കണ്ട് ബേഡ്സിനെ എല്ലാവരും കൂട് തുറന്ന് വിടുക, വെള്ളം കയറി ചാവുന്നതിനൊക്കെ നല്ലതല്ലേന്ന്. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് അങ്ങനെ വെള്ളം കയറുകയെന്ന് തോന്നുന്ന കുറച്ച് ഉയരങ്ങളിലേക്ക് ബേഡ്സിനെ എത്രയും പെട്ടെന്ന് മാറ്റാം. നമ്മൾ ബേഡ്സിനെ തുറന്ന് വിട്ടിട്ടും കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ പുറത്ത് പോയാൽ തന്നെ, അതായത് ഏത് ബേഡ്സായാലും പുറത്ത് പോയാൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഇവർ പുറത്ത് പോയാൽ ഇവർ കാക്കകൾ അറ്റാക്ക് ചെയ്യാം, അങ്ങനെ പല രീതികൾ അറ്റാക്ക് ചെയ്ത് അതൊക്കെ സർവൈവ് ചെയ്ത് വന്നാലും ഇനി ഇവർക്ക് ഫുഡ് കിട്ടാതെ ഇവർ ഡെഡായി കാണാറുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമോ കാര്യങ്ങൾ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സേഫ്റ്റി ആയ സ്ഥലങ്ങളിലേക്ക് ബേഡ്സിന്റെ കേജിന് മാറ്റാം. ഈ മഴക്കാലം ഇങ്ങനെയാവുന്നു എനിക്ക് 100% ഉറപ്പായിരുന്നു. അത് നല്ല മഴക്കാലം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നേരെ മേലോട്ട് ഷെഡൊക്കെ മഴക്കാലത്തിന് മുമ്പ് കയറ്റിക്കൊണ്ട് പ്രത്യേകം എന്താ വെച്ചാൽ എൻ്റെ താഴെ ഷെഡ് വീണിട്ടുണ്ട്, പൊളിഞ്ഞടങ്ങി. അത് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഷെഡ്. അത്ര നല്ല മഴയൊന്നും ഇവിടെ നേരെ സംഭവിച്ചിരുന്നത്. അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ബേഡ്സിനൊക്കെ മേലോട്ട് ആദ്യം തന്നെ എടുത്ത് സേഫ്റ്റി ആക്കി. ഈ ഇത്രയും മഴ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും തന്നെ ഞാൻ ഓട്ടോമാറ്റോ ഫീഡർ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഏകദേശം 3 ദിവസം 4 ദിവസത്തേക്കുള്ള ഫുഡായി തന്നെ വരുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും സെറ്റ് ചെയ്തത്. കാരണം നമ്മൾ എപ്പോഴാണ് മാറേണ്ടി വരാൻ പറയാൻ പറ്റില്ല. കാരണം നമുക്കൊന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പെറ്റ്സിനെ നന്നായിട്ട് സൂക്ഷിക്കുക. അതിപ്പോൾ ആടായിക്കോട്ടെ, പൂച്ചയായിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, എന്താണെങ്കിൽ നിങ്ങൾ പെറ്റ്സ് നല്ല വൃത്തിക്ക് ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും സേഫ്റ്റിയായി ഓരോ സേഫ്റ്റിയിലേക്ക് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എപ്പോഴും അതുപോലെ തന്നെ ശുദ്ധജലം വെക്കുക. നിങ്ങൾക്ക് തുളസീൻ്റെ ഇല കൊടുക്കാം, ലീഫ് അതായത് ഇലവർങ്ങൾ കൊടുക്കാൻ കുഴപ്പമില്ല. തുളസീൻ്റെ ഇല കൊടുക്കാം, പനിനീർ കൂർക്കൻ്റെ ഇല കൊടുക്കാം, അതുപോലെ തന്നെ തുളസി വെള്ളം കൊടുക്കാം, പനിനീർ കൂർക്കൻ്റെ വെള്ളം കൊടുക്കാം, അങ്ങനത്തെ വെള്ളം കൊടുക്കാം, മഞ്ഞപ്പൊടി ഇട്ട വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം.
ഫംഗൽ ഇൻഫെക്ഷൻ ഒരുവിധം തടയാൻ അതൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യുക. നമുക്ക് വേനൽക്കാലത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ആണ് പേടിക്കണമെങ്കിൽ, മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അതേപോലെ തന്നെ ലൂസ് മോഷൻസ്, അതൊക്കെ വരും മഴക്കാലത്താണ്. അപ്പോൾ ലൂസ് മോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെഡിസിൻസ് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. എല്ലാവരും സേഫായി ഇരിക്കാൻ നോക്കുക, ശ്രമിക്കുക, മാക്സിമം സേഫായി ഇരിക്കുക. നമ്മുടെ പെറ്റ്സിന് മാക്സിമം സേഫ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ പ്രാർത്ഥന ഞങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തുക. ഇപ്പം ഞങ്ങളെ ഫേസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അത്രയും ഞങ്ങളെ വയനാട്ടുകാർ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഞങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കാൻ വരുന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. പലതരം സംഘടന ആയിക്കോട്ടെ, പലതരം ആൾക്കാർ ഓരോ ജീവൻ പോലും നോക്കാണ്ടാണ് ഞങ്ങളെ സഹായിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടുകാർ എല്ലാവരും പേരും തന്നെ നന്ദി പറയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.